മന്ത്രി ആയാലും തന്ത്രി ആയാലും MLA ആയാലും യാത് കോപ്പായാലും ശരി തന്നെ. പാവപ്പെട്ട ജനങ്ങളെ പൈസയാണ് ഇവിടെ കിടന്ന് കറങ്ങണത്. അല്ല അവന്റെ കുടുംബ സ്വത്തല്ല ഇവിടെ എടുത്ത് ആട്ടണത്. പിണറായി മറ്റേ ലണ്ടനിൽ അമേരിക്ക പോയ ആരെ പൈസയാണ്? ഞങ്ങളെ പോലുള്ള ജനങ്ങളെ പൈസയാണ്. പ്രതിപക്ഷം മറ്റേ മന്ത്രിയുടെ മൂലത്തിൽ വെട്ടിക്കൊണ്ട് നടക്കണ ആ പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കും? ജനങ്ങളെ പ്രതികരിക്കണം. ഇപ്പൊ നിങ്ങൾ കേട്ടത് സാധാരണക്കാരൻ്റെ പിണറായി സർക്കാരിനോടുള്ള രോക്ഷമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, അടുത്ത് വരുന്നവർ കരിഞ്ഞു പോകുമെന്നാണ്. ED മുഖ്യനും മകൾക്കുമെതിരായ അന്വേഷണവുമായൊക്കെ വരുമ്പോൾ ഇതേ പഞ്ച് ഡയലോഗ് തന്നെ സഖാവ് EDയോടും പറയണം. ഇനി ED പേടിച്ച് ഇത് കേട്ടിട്ട് വരാതിരുന്നാലോ, മുഖ്യൻ്റെ അടുത്ത് വന്നാൽ കരിഞ്ഞു പോയാലോ, അതുകൊണ്ട് അത് കേട്ടിട്ട് അവരങ്ങ് ഓടിപ്പോയാലോ, അതോടെ മുഖ്യനും മകളും രക്ഷപ്പെടുമല്ലോ. ഇതേ സഖാവേ, തള്ളുമ്പോൾ ഒന്ന് മയത്തിലൊക്കെ തള്ളണ്ടേ? പിണറായി വിജയൻ എന്താണ് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങളെ എത്രമാത്രം ദ്രോഹിക്കുന്നു എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെന്നുള്ളതും ഇവിടുത്തെ നല്ലവരായ സഖാക്കൾ വരെ തിരിച്ചറിഞ്ഞതാണ്. എന്നിട്ടും മാഷ് ഈ കണ്ണിപ്പൊടിയിടുന്നത് പോലെ എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ച് പിണറായി വിജയനെ ഇങ്ങനെ താങ്ങുന്നത്? ഇനി ഏതെങ്കിലും വകുപ്പുണ്ടോ? ഈ പിണറായിയെ പൊഴുത്തുന്നവർക്കൊക്കെ ഓരോ വകുപ്പ് കൊടുക്കുന്നുണ്ട്. സജി ചെറിയാൻ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണേ. അതുകൊണ്ട് ഇനി ഏതെങ്കിലും വകുപ്പുണ്ടോ MV ഗോവിന്ദൻ സഖാവിന് കിട്ടാനായിട്ട്? എന്തായാലും സഖാവ് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണ്, അടുത്തു പോയാൽ കരിഞ്ഞു പോകും. അദ്ദേഹത്തിൻ്റേത് കറ പുരളാത്ത കയ്യാണ്. അത് സ്വപ്നയോട് ചോദിക്കണം. കാരണം സ്വർണ്ണക്കടത്ത് കേസുമായൊക്കെ ബന്ധപ്പെട്ട നിരന്തരം ആരോപണം സ്വപ്ന ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സത്യാവസ്ഥ സ്വപ്നയോട് തന്നെ ചോദിക്കണം. പക്ഷെ എന്നിട്ട് സ്വപ്ന കരിഞ്ഞു പോകാത്തത് എന്തുകൊണ്ടാണ് ഈ സൂര്യൻ്റെ അടുത്ത് പോയിട്ടും എന്നുള്ളതാണ് ചോദ്യം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണവും നടക്കട്ടെ, സർക്കാരിനോ CPMനോ ഒരു ഭയവുമില്ല. കോൺഗ്രസിൻ്റെ ചാണകവെള്ളം തളിച്ചുള്ള പ്രതിഷേധം ജനാധിപത്യപരമല്ല. ഫ്യൂഡൽ ചിന്തയിൽ നിന്നാണ് അത്തരം പ്രവർത്തികൾ ഉണ്ടാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം തൃപ്തികരമല്ല. സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. വിമാനത്താവളം കേന്ദ്ര നിയന്ത്രണത്തിലാണെന്നും പിന്നെ എവിടെയാണ് സ്വർണ്ണക്കടത്ത് കേസ് പോയതെന്നും ഗോവിന്ദൻ ചോദിക്കുന്നു. ആളെ പറ്റിക്കാൻ BJPയും പ്രധാനമന്ത്രിയും പൈങ്കിളി കഥയുമായി ഇറങ്ങുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ എന്തായിരുന്നു തടസ്സം? കേസുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതികരണം രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള വാദം മാത്രമാണ്. കേസിൻ്റെ പ്രധാന ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിനുമാണ്. സ്വർണ്ണക്കടത്ത് കേസ് വസ്തുതാപരമായി അന്വേഷിക്കണമെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. സ്വർണം കടത്തിയവരും കൊണ്ടുപോയവരും വാങ്ങിവച്ചവരും അത് സൂക്ഷിക്കുന്നവരുമൊക്കെ നല്ലവരായി. പന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്കിപ്പോൾ കുറ്റക്കാരനും. എന്താണ് ഇവിടെ നടക്കുന്നത്? എൻ്റെ പൊന്ന് ഗോവിന്ദൻ മാഷേ, ഇടയ്ക്കൊക്കെ ഒന്ന് സത്യം പറയാനും പഠിക്കണം. നിങ്ങൾ പിണറായിയുടെ ആളാണ്. പിണറായിക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷേ ജനങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് സ്നേഹമുണ്ട്. അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കി കളയരുത്. അതുകൊണ്ട് ഈ പഞ്ച് ഡയലോഗൊന്നും ഏശില്ല സഖാവേ. പണ്ടത്തെ പോലെയല്ല. ഊരിപ്പിടിച്ച വടിവാളൊക്കെ അതൊക്കെ പോയി. ഇനി ഇതൊന്നും ഏശില്ല. സഖാവ് ഒന്ന് മുഖ്യമന്ത്രിയെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്.